we are going to study our new chapter 6, keyboard. So what is the use of keyboard? Keyboard എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കീബോർഡ് ഈസ് യൂസ്ഡ് ഫോർ എൻറ്ററിങ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടർ. എന്തെങ്കിലും ഡേറ്റാസ് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് ഏത് ഡിവൈസ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്? കീബോർഡ് യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സോ വൈ കീബോർഡ് ഈസ് യൂസ്ഡ്? കീബോർഡ് ഈസ് യൂസ്ഡ് ഫോർ എൻറ്ററിങ് ഡേറ്റ ഇൻ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൽ ഡേറ്റ എൻറ്റർ ചെയ്യാനാണ് കീബോർഡ് യൂസ് ചെയ്യുന്നത്. ഇതാണ് കീബോർഡിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. കണ്ടോ? ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് കീബോർഡ് അപ്പിയറൻസ്. നമ്മളൊരു കീബോർഡ് ആദ്യമായിട്ട് കാണുമ്പം അതെങ്ങനെയാണ് ഇരിക്കുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത്. കീബോർഡ് ലുക്സ് ലൈക്ക് എ റെക്റ്റാങ്കുലർ ബോർഡ്. ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോർഡ് പോലെയാണ് എന്തുള്ളത്? കീബോർഡ് കാണാനുള്ളത്. there are many buttons on it. അപ്പം ആ റെക്റ്റാങ്കുലർ ബോർഡിൽ ധാരാളം ബട്ടൺസും ഉണ്ട്. കീബോർഡ് ബട്ടൺസ് ആർ കോൾഡ് കീസ്. കീബോർഡിലെ ബട്ടൺസിന് എന്താണ് നമ്മൾ വിളിക്കുന്നത്? കീസ് എന്നാണ് വിളിക്കുന്നത്. കീസ് ഹാവ് നമ്പേഴ്സ്, ആൽഫബറ്റ്സ് ആൻഡ് സിംബൽസ് റിട്ടൺ ഓൺ ദം. അപ്പോൾ ആ കീസിൽ എന്തൊക്കെയാണുള്ളത്? കീയിൽ നമ്പേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്, ആൻഡ് സിംബൽസ് റിട്ടൺ ഓൺ ദം. അതിൽ സിംബൽസും എഴുതിയിട്ടുണ്ടായിരിക്കും. When a key is pressed, the letter or number written on the key gets typed on the monitor. അപ്പോൾ നമ്മളൊരു കീയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ കീ ആയിരിക്കാം, ചിലപ്പോൾ നമ്മളൊരു ലെറ്ററിലായിരിക്കാം പ്രസ് ചെയ്യുന്നത്, ഒരു നമ്പർ ആയിരിക്കാം പ്രസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു സിമ്പിളിലായിരിക്കാം പ്രസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതിൽ പ്രസ് ചെയ്താലും അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഇറ്റ് ഗെറ്റ്സ് ഡിസ്പ്ലേ ഓൺ ദ മോണിറ്റേഴ്സ്. നമുക്ക് മോണിറ്റർ സ്ക്രീനിൽ അതിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്താണ് കീബോർഡിൻ്റെ അപ്പിയറൻസ് എന്ന് പറയുന്നത്? കീബോർഡ് ലുക്സ് ലൈക്ക് എ റെക്റ്റാങ്കുലർ ബോർഡ്. there are many buttons on it. അപ്പോൾ കീബോർഡ് ഒരു റെക്റ്റാങ്കുലർ ബോർഡ് ഷേപ്പിലാണുള്ളത്. അതിൽ ധാരാളം ബട്ടൺസ് ഉണ്ട്. ഈ ബട്ടൺസിനാണ് എന്ത് പറയുന്നത്? ദീസ് ബട്ടൺസ് ആർ കോൾഡ് കീസ്. ഈ ബട്ടൺസിനാണ് കീസ് എന്ന് പറയുന്നത്. കീസ് ഹാവ് നമ്പേഴ്സ്, ആൽഫബറ്റ്സ് ആൻഡ് സിംബൽസ് റിട്ടേൺ ഓൺ ദം. അപ്പോൾ കീസിൽ എന്തൊക്കെയായിരിക്കും റിട്ടേൺ ചെയ്തിരിക്കുന്നത്? നമ്പേഴ്സോ അല്ലെങ്കിൽ ആൽഫബറ്റ്സോ അല്ലെങ്കിൽ എന്താണ് സിംബിൾസോ ആയിരിക്കും റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ഈ കീ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് നമുക്ക് എവിടെ കാണാൻ പറ്റും? ഏത് കീ ആണോ പ്രസ് ചെയ്തത് അത് നമുക്ക് മോണിറ്റർ സ്ക്രീനിൽ കാണാനായിട്ട് സാധിക്കും. ദെൻ ടൈപ്സ് ഓഫ് കീസ്. അപ്പോൾ നമ്മൾ കീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കീസ് നമ്മുടെ കീബോർഡിലുണ്ട്. ഏതൊക്കെയാണ്? കീബോർഡ് ഹാസ് മെനി ടൈപ്സ് ഓഫ് കീസ് ഓൺ ഇറ്റ്. കീബോർഡിനകത്ത് ധാരാളം ടൈപ്പിലുള്ള കീസ് ഉണ്ട്. അതേതൊക്കെയാണ്? ആൽഫബറ്റ് കീസ്, നമ്പർ കീസ്, ഫങ്ഷൻ കീസ്, ആരോ കീസ്, സ്പെഷ്യൽ കീസ്. അപ്പോൾ ഏതൊക്കെയാണ്? ആൽഫബറ്റ് കീ, നമ്പർ കീ, ഫങ്ഷൻ കീ, കഴ്സർ കീ എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഇത് തെറ്റാണ്. ആരോ കീസ്. കഴ്സർ കീ ആയാലും കുഴപ്പമില്ല, ശരിയാണ്. നമുക്ക് ടെക്സ്റ്റിൽ ആരോ കീ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആരോ കീസ് ആൻഡ് സ്പെഷ്യൽ കീസ്. ഓക്കെ, first we are going to study about alphabet keys. Alphabet keys have alphabets from A to Z written on them. അപ്പം ആൽഫബറ്റ് കീസിൽ ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? A to Z വരെയുള്ള ആൽഫബറ്റ്സ് അതിൽ റിട്ടേൺ ചെയ്തിരിക്കും. ബൈ പ്രസ്സിങ് ദീസ് കീസ് യു ക്യാൻ ടൈപ്പ് ആൽഫബറ്റ്സ്, വേർഡ്സ്, സെൻറ്റൻസ് എക്സെട്ര. അപ്പോൾ നമ്മൾ ഈ കീസിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? അത് യൂസ് ചെയ്ത് നമുക്ക് ആൽഫബറ്റ്സ്, ഇപ്പോൾ നമുക്ക് ABCD ആൽഫബറ്റിക് ഓർഡറിൽ ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അതുപോലെ എന്തെങ്കിലും വേർഡ്സ് ആണ്, നിങ്ങളുടെ നെയിമാണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്യാം. സെൻറ്റൻസ് ആണെങ്കിൽ സെൻറ്റൻസ് ടൈപ്പ് ചെയ്യാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒത്തിരി കാര്യങ്ങൾ ഈ ആൽഫബറ്റ് കീ യൂസ് ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൽഫബറ്റ് കീസിൽ ഏത് തൊട്ട് ഏത് വരെയുള്ള ആൽഫബറ്റ്സ് ആണുള്ളത്? A to Z വരെയുള്ള ആൽഫബറ്റ്സ് ആണുള്ളത്. നെക്സ്റ്റ്, നമ്പർ കീസ്. നമ്പർ കീസ് ഹാവ് നമ്പേഴ്സ് ഫ്രം 0 to 9 written on them. These keys are used to type the numbers. നമ്പേഴ്സ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്പർ കീസ് യൂസ് ചെയ്യുന്നത്. ഏത് തൊട്ട് ഏത് വരെയുള്ള നമ്പേഴ്സ് ആണുള്ളത്? 0 to 9 വരെയുള്ള നമ്പേഴ്സാണ് നമ്മുടെ കീബോർഡിൽ നമ്പർ കീയിലുള്ളത്. ഓക്കെ, നെക്സ്റ്റ്, function keys. There are 12 function keys on a keyboard named F1 to F12. അപ്പോൾ നമ്മുടെ കീബോർഡിൽ 12 ഫങ്ഷൻ കീസ് ആണ് ഉള്ളത്. അതെങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത്? F1, F2, F3, F4, F5, F6, F7 അങ്ങനെ F12 വരെയുള്ള ഫങ്ഷൻ കീസ് ഉണ്ട്. When you press the function keys, they perform special functions. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫങ്ഷൻ കീയിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ ഫങ്ഷൻ കീയുടെ ഫങ്ഷൻ അതെന്ത് ചെയ്യും? അവിടെ നടക്കും. നെക്സ്റ്റ്, ആരോ കീസ് ഓർ കഴ്സർ കീസ്. യൂസിങ് cursor key or arrow key, you can move from
one place to another on the computer screen. Which key will you take? Which key will take you where is shown below. അപ്പോൾ കഴ്സർ കീ എന്ന് പറയുന്നത് ഒരു പ്ലേസിൽ നിന്ന് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ഇടയിൽ ഒരു വേർഡ് മിസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഇടയിലുള്ള വേർഡ് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കഴ്സർ കീ, അപ്പോൾ നമുക്ക് ബാക്കിലോട്ടാണ് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ ലെഫ്റ്റ് കഴ്സർ കീയിൽ നമ്മുടെ ആരോ കീയിൽ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്താൽ നമുക്ക് ബാക്കിലോട്ട് മൂവ് ചെയ്യാം. അപ്പം മുകളിലോട്ടാണ് പോകേണ്ടെങ്കിൽ ഈ അപ്വേർഡ് ഉള്ളതിൽ, ഡൗൺ ആണെങ്കിൽ ഡൗൺവേർഡ്സ്, റൈറ്റ് ആണെങ്കിൽ റൈറ്റ്. അപ്പോൾ നമുക്ക് ആ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കഴ്സർ കീ അല്ലെങ്കിൽ ആരോ കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഏതൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് ആൽഫബറ്റ് കീയെ പഠിച്ചു, ദെൻ സെക്കൻഡ് നമ്പർ കീ, തേർഡ് ഫങ്ഷൻ കീ, ആൻഡ് ഫോർത്ത് ആരോ കീ ഓർ കഴ്സർ കീ, ആൻഡ് ലാസ്റ്റ് വൺ സ്പെഷ്യൽ കീസ്. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.